ഹായ്, എൻ്റെ പേര് നീനു. ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ഫോക്കസ് വൈസും അതുപോലെ തന്നെ മെമ്മറി വൈസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് തരം മെഡിറ്റേഷൻ ഉണ്ട്, അതായത് പ്രാണായാമ, അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇരിക്കുന്നത് പോലും മെഡിറ്റേഷനാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇതിൽ ഏതെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ടുള്ളതാണ് വാക്കിങ്. മനുഷ്യൻ്റെ ശരീരഘടന തന്നെ കൂടുതലായിട്ട് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരുപാട് ഇരുന്ന് പഠിക്കുന്നു, ഒരുപാട് വർക്ക് ചെയ്യുന്നു, നമ്മൾ പലപ്പോഴും നടക്കാൻ മറന്നു പോവുകയാണ്. അപ്പം നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇട്ടിട്ട് ഡെയിലി ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ നടക്കുന്നത് നമ്മുടെ ഹെൽത്ത് വൈസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് പലപ്പോഴും നടക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒരു 30 മിനിറ്റ്സ് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നടക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ലോങ് ലൈഫിലേക്ക് നമുക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തതാണ് വർക്കൗട്ട്. ഇന്നത്തെ ഈ ലൈഫിൽ നമുക്ക് വർക്കൗട്ടിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും മടി മൂലം അല്ലെങ്കിൽ ടൈമില്ല എന്ന എക്സ്ക്യൂസ് മൂലം നമ്മൾ മാറ്റി വെക്കുന്ന ഒന്നാണ് വർക്കൗട്ട്. ഡെയിലി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീക്കിലി ഒരു 4 to 5 ഡേയ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ 2 ഡേയ്സ് എന്തായാലും നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ ശ്രമിക്കണം. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് മസിൽ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. ഇത് നമ്മുടെ 30സിലും 40സിലും അത് കഴിഞ്ഞിട്ടുള്ള ലൈഫും ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതാണ് നമ്മുടെ ഫുഡിൽ നട്ട്സ് അതുപോലെ തന്നെ എഗ്ഗ് ഉൾപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രേവിങ്സിനെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും. അപ്പം നമ്മൾ മറക്കാണ്ട് ഉൾപ്പെടുത്തേണ്ട 2 കാര്യങ്ങളാണ് നട്ട്സും അതുപോലെ തന്നെ എഗ്ഗും. ഇത് നമ്മുടെ ലൈഫിനെ വളരെയധികം ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 ഫുഡ് ഐറ്റംസ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സ്ലീപ്പിംഗ് ഹൈജീന്. നമ്മളിപ്പോൾ ഫോണൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പറായിട്ട് ഉറങ്ങാനുള്ള സമയമോ എണീക്കാനുള്ള സമയമോ ഒന്നുമില്ല. നമ്മൾ തോന്നിയ സമയത്ത് വന്ന് കിടക്കുന്നു, തോന്നിയ സമയത്ത് എഴുന്നേൽക്കുന്നു. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു സ്ലീപ്പിംഗ് ഹൈജീന് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ വളരെയധികം ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ടുള്ളതാണ് നേച്ചറുമായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു ഷെൽട്ടറിൻ്റെ അടിയിലായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ, അല്ലെങ്കിൽ കോളേജിൽ, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. നമ്മൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ട്രെക്കിങ് അങ്ങനെയൊക്കെ നടത്തുക. ഇതൊക്കെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതാണ് സ്കിൻ കെയർ. ഇന്നത്തെ കാലത്ത് കുറേ പേരൊക്കെ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കാറുണ്ട്, എങ്കിലും ചിലരൊക്കെ അത് വിട്ട് കളയാറുണ്ട്. നമ്മൾ എന്തായാലും ഡെയിലി ഒരു മിനിമം കുറച്ച് സ്കിൻ കെയർ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. അതായത് ഒരു മോയ്സ്ചറൈസർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ആണെങ്കിലും മതി, അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. മിനിമം ഈ 3 കാര്യങ്ങളെങ്കിലും നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് മെയിൻറ്റെയിൻ യുവർ വെയിറ്റ്. നമ്മൾ ചിലപ്പോൾ ഒരുപാട് വണ്ണം ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയൽ വെയിറ്റ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ വീട്ടിലൊരു വെയിങ് മെഷീൻ വാങ്ങി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വെയിറ്റ് ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ കൂടിയ ആൾക്കാരാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ കുറഞ്ഞ ആൾക്കാരാണ് കുറച്ചുകൂടി നമ്മുടെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തണം, അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നോർമൽ വെയിറ്റ് ആണ്, അതായത് ഐഡിയൽ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഡെയിലി നമ്മുടെ വെയിറ്റ് നമ്മുടെ കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം വൺസ് അത് ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ വെയിറ്റ് ട്രാക്ക് ചെയ്യുക. അടുത്തതാണ് സ്റ്റാർട്ട് യുവർ
സേവിങ്സ് എന്നുള്ളത്. നമുക്ക് എത്ര നേരത്തെ നമുക്ക് സേവിങ്സ് തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ തുടങ്ങുക. അതിനൊരു വലിയ എമൗണ്ട് കിട്ടുന്നത് വരെ കാത്തു നിൽക്കണം എന്നൊന്നുമില്ല. നമുക്ക് വലിയൊരു കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരിക്കലും കരുതരുത്. നമുക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്ക് ആപ്പുകൾ ഉണ്ടാകും, അതിനകത്തൂടെ വളരെ ഈസിക്ക് ഒരു 5-6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു RD ഓപ്പൺ ചെയ്യാൻ പറ്റും. RD സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ മുതലാണ്. അപ്പം നമ്മളൊരു വലിയ എമൗണ്ട് വരുന്നത് കാത്തു നിൽക്കണ്ട, നമ്മൾ എത്ര നേരത്തെ പറ്റുമോ അത്ര നേരത്തെ നമ്മളൊരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞ 10 കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഉൾപ്പെടുത്തുക, അങ്ങനെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വൺസ് അഗെയിൻ.